ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാവണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങളും വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷഫലങ്ങളും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുമാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ? പ്രധാനമായിട്ടും ദഹനം, വളരെ നോർമൽ ആയിട്ടുള്ളൊരു ദഹനം, ഡൈജഷൻ നടക്കാനായിട്ട് വെള്ളം സഹായിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് അൺഡൈജസ്റ്റഡ് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് വേസ്റ്റ് ആണെങ്കിലും യൂറിനിലൂടെ പോകുന്നതിനും നമ്മുടെ വെള്ളം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് ബ്ലഡ് സർക്കുലേഷൻ സുഗമമാക്കാനും അതിലൂടെ നമുക്ക് ന്യൂട്രിയൻസ് ലഭിക്കുന്നു, എല്ലാ ഭാഗങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ശരിയായിട്ടുള്ള ഊർജം ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഒരു പങ്ക് വഹിക്കുന്നത്. മാത്രവുമല്ല, നമുക്ക് നമ്മുടെ ശരീരം തന്നെ ഒട്ടുമുക്കാൽ ഭാഗവും വെള്ളം ആയിട്ട് അടിസ്ഥാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമാണ്. അതിൽ ചെയ്തു വരുന്ന തെറ്റുകളാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ആദ്യത്തേത്, ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്താൽ അത് മുഴുവനായിട്ട് ഒരുമിച്ച് കുടിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഡൈജഷൻ വളരെയധികം സ്ലോ ആകുന്നു. മാത്രവുമല്ല, നമ്മുടെ വയറ് വീർക്കുന്നു, ഭാരം തോന്നുന്നു, ഭക്ഷണം കഴിച്ചാലും നമുക്കൊരു ഊർജം കിട്ടാത്തതുപോലെ തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് ആ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഫ്രഷ്നെസ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടാതെ വരും. അതിന് കാരണം നമ്മുടെ ഉള്ളിലെ മിനറൽസ്, പലതരത്തിലുള്ള മിനറൽസ് പെട്ടെന്നൊന്ന് ഡൗൺ ആകും. ഇത് വെള്ളം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിന്റെ കാരണം കൊണ്ട് ഇത് ഡൈല്യൂട്ട് ആവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസിനെസ്സോ, ഒരു ക്ഷീണം, ഒരു അസ്വസ്ഥത, അതായത് ആ കിട്ടേണ്ട ഫ്രഷ്നെസ് നമുക്ക് കിട്ടാതെ പോകുന്നു. ഇതാണ് ഒരു തെറ്റ്. രണ്ടാമത്തേത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ തണുത്ത വെള്ളം കുടിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മന്തിയൊക്കെ കഴിക്കുവാണ്, അല്ലെങ്കിൽ വളരെ ഒരു ഹെവി മീൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ തണുത്ത വെള്ളം, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രവണതയാണ് കൊക്കക്കോള അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. അത് തന്നെ മോശമാണ്. ഷുഗറി ഡ്രിങ്ക്സ് ഒരിക്കലും കഴിക്കരുതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തണുപ്പുള്ള സാധാരണ വെള്ളം തന്നെയാണെങ്കിലും തണുപ്പുള്ളത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ വളരെയധികം സ്ലോ ആകുന്നു. മാത്രവുമല്ല, ഇത്രയും ആലോചിച്ചാൽ മതി, നമ്മൾ നല്ലൊരു ഹെവി മീൽസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മീൽസ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഒരു ഉറക്കം വരുന്നത് പോലെ തോന്നാം. പല സമയങ്ങളിലും നമുക്ക് അതിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വയറിന്റെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഡൈജഷന് വേണ്ടി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താണ്, അവിടെ ചൂടും കറക്റ്റ് ആയിട്ടുള്ള ഒരു താപനില ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷനും കൂടുതലായിരിക്കും. ഇത് അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ ഭക്ഷണം ശരിയായിട്ട് ഡൈജഷൻ പെട്ടെന്ന് നടക്കത്തുള്ളൂ. പക്ഷെ ഇതിപ്പം നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഡൈജഷൻ മന്ദഗതിയിലാകുന്നു. നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകേണ്ട ആ ഒരു എനർജി ലെവൽ അതുപോലെ വരാൻ സാധിക്കുന്നില്ല. അത് ഓർക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കണം. കാരണം വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതേ പ്രശ്നം തന്നെ, ഈ ഡൈജഷൻ സ്ലോ ആകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് 20 മുതൽ 30 മിനിറ്റ് മുൻപ് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ, ഇപ്പോൾ 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ 12:30 വരെ നമുക്ക് വെള്ളം കുടിക്കാം. പിന്നീട് അങ്ങോട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ ഭക്ഷണം കഴിഞ്ഞിട്ടും 1:30 ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണി വരെ വെള്ളം കുടിക്കാതിരിക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു താപനില അവിടെ വെക്കാനും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഡൈജഷൻ സുഗമമായി നടക്കാനും സാധിക്കും. ഇനി എന്താണ് തെറ്റ്? ഇനി വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുടിക്കേണ്ട വെള്ളം കുടിച്ചില്ല എങ്കിൽ, പല ആളുകളുടെയും ഒരു പ്രവണതയാണ് നമുക്ക് ദാഹമില്ല എന്ന് പറയുന്നത്. ദാഹമില്ല എന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരുണ്ട്. ദാഹമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇല്ലാത്ത ആളുകൾ നമുക്ക് വെള്ളം കുടിക്കാൻ ഒരു തോന്നലുണ്ടാകാനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ അധികം വെള്ളം കുടിക്കരുത്. ഒരു 8 മണി കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു 8 മണി കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കാതെ രാവിലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സിപ്പായിട്ട്, അതായത് കുറച്ചായിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന്റെ മെയിൻ മീൽസിനോട് ബന്ധപ്പെട്ട് കുടിക്കാതിരിക്കുക. അതിനോടല്ലാത്ത സമയങ്ങളിലെല്ലാം നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക,
കുറച്ചായിട്ട് ഒരു 1 അവർ വെച്ചിട്ട് ഇടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സാധാരണമുള്ള ഒരു ദാഹം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഡ്രൈനെസ്, മൗത്തിന് ഡ്രൈനെസ്സും ഒക്കെ തോന്നും. നമുക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് തലവേദന വരാം, ക്ഷീണം വരാം, വയറ് ഉറയ്ക്കാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. കാരണം ഒരു ഡ്രൈനെസ് നമ്മുടെ തൊണ്ടയിലും മൗത്തിലും അതായത് വായയിലും ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാകാം, വയറിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. പിന്നെ പലതരത്തിലുള്ള ഈവൻ തലകറക്കം വരെ ഉണ്ടാകാനുള്ള, ഡീഹൈഡ്രേഷൻ കൊണ്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രത്യേകിച്ചും സമ്മറിൽ ഒരുപാട് പേഷ്യൻസ് ഒക്കെ പറയുന്ന കംപ്ലൈന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UTI ഉണ്ടാകാതിരിക്കാനായിട്ടും വെള്ളം അത്യാവശ്യം നമ്മൾ കുടിക്കേണ്ടതാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകാം. പക്ഷെ വെള്ളം കുടിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു 20-25 കിലോ വരെ 1 ലിറ്റർ വെള്ളം. അപ്പൊ ആ കണക്കിൽ ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ധാരാളം നമുക്ക് കുടിക്കാം. പക്ഷെ കുടിക്കേണ്ട സമയം നോക്കുകയാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും നേരം ബ്രേക്കാണ്, നമ്മൾ ഒട്ടും തന്നെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് 1-2 ഗ്ലാസ് നല്ലതുപോലെ വെറും വയറ്റിൽ നല്ലതുപോലെ വെള്ളം കുടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം 1 മണിക്കൂർ വിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ദാഹം ഫോം ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഡ്രൈനെസ് കുറയുന്നു. വളരെ നല്ലൊരു സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിമ്പിൾസ് അതൊക്കെ കുറയുന്നു. പിന്നെ ഡ്രൈ ഹെയർ മാറുന്നു. ഹെയർ ഡ്രൈ ആണെങ്കിൽ ഈ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈവൻ മുടി കൊഴിച്ചിൽ പോലും നമുക്ക് ബെറ്റർ ആകുന്നത് കാണാം. പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വയറിന് സുഗമമായി പോകാനും ഒക്കെ നമുക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. പിന്നെ വെള്ളം ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത്, ഇപ്പോൾ വാട്ടർമെലോൺ പോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാനായിട്ടും നിങ്ങൾ ശീലിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നത് കാണാം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.